ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖയിലെല്ലാവർക്കും. ഞാൻ വന്നിരിക്കുന്നത് പെഡിക്യൂറിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഈ പെഡിക്യൂർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് കൈകൾക്കുള്ള മാനിക്യൂറും ചെയ്യേണ്ടത് കേട്ടോ. പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നഖത്തിനും കാലുകൾക്കും പാദങ്ങൾക്കും പിന്നെ എല്ലാത്തിനുള്ള മൊത്തത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലേ പെഡിക്യൂർ. ഇത് ചെയ്യുന്നതിലൂടെ എന്താ ഉദ്ദേശം, നമ്മുടെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല മൃദുവാകാനും മിനുസാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ പെഡിക്യൂർ അല്ലേ. പെഡിക്യൂർ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരാൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. ഈ പെഡിക്യൂർ മാനിക്യൂറൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്നതിലും ഏറ്റവും നല്ല കാര്യം ഒരാൾ ചെയ്തു തരുമ്പോൾ റിലാക്സേഷൻ അല്ലേ. ഒരാൾ ചെയ്തു തരുമ്പോൾ നമുക്ക് അങ്ങനെ മയങ്ങി നിൽക്കുക. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആ ഒരു സുഖം നമുക്ക് എന്തായാലും കിട്ടൂല അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് സ്വയം നമുക്ക് അങ്ങനെയൊന്നും പാർലറിലൊന്നും പോയി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണ്ടേ അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണിത് കേട്ടോ. എന്നാൽ നമുക്ക് നോക്കിയാലോ എന്തെല്ലാം ഇതിന് വേണ്ടതെന്ന്. ആദ്യം തന്നെ നമ്മൾ നഖം ഒന്ന് എന്താ പറയണ്ടേ, ആദ്യം ഒന്ന് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. നെയിൽ പോളിഷ് ഇട്ടതാണെങ്കിൽ ഒന്ന് ഒരു എസറ്റോൾ, ഈ ഇതുണ്ടല്ലോ എസറ്റോൺ എന്ന് പറയും, അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഒരു ബേസിൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ആ ബേസിനിൽ കുറച്ച് ഇളം ചൂടുവെള്ളം നമുക്ക് കാല് കുത്തി വെക്കാൻ പാകത്തിൽ ചൂടുള്ള ആ വെള്ളം, ചൂടുവെള്ളത്തിൽ നമ്മൾ എന്തെല്ലാം ഈ ആഡ് ചെയ്യേണ്ടത്, ഷാമ്പൂ ഉണ്ടെങ്കിൽ ഷാമ്പൂ മസ്റ്റായിട്ടും വേണം. ഷാമ്പൂ അല്ല, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള സോപ്പ് ഉണ്ടാവുമല്ലോ, സോപ്പ് അങ്ങനെ എന്തെങ്കിലും ഷാമ്പൂ ആണ് ഏറ്റവും ബെസ്റ്റ്. ഷാമ്പൂ ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് കാലുകളെല്ലാം ഓരോരുത്തർക്ക് വേദന ഉണ്ടാവും അല്ലേ. കാല് വേദനയെല്ലാം ഉള്ളവർക്ക് കല്ലുപ്പ് ഇടാം. പിന്നെ അതുപോലെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ഏതെങ്കിലും ഒരു ലോഷൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള, അത് നമ്മളെ വീട്ടിൽ അധികം വീടുകളിലും ഡെറ്റോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡെറ്റോൾ അങ്ങനെ എല്ലാം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് ഒഴിക്കുകയും ചെയ്ത് അത് തോടോടെ അതിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കാല് കുറച്ചൊരു 5-10 മിനിറ്റ് കാല് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ നഖമെല്ലാം ഒന്ന് പൊതിർന്ന് വരും അല്ല. ഈ നമ്മൾ കാല് കുത്തി വെക്കുന്നതിലൂടെ നമ്മൾ നഖമൊക്കെ ഒന്ന് ഒന്ന് സോഫ്റ്റാവും. അപ്പം നമുക്ക് നഖം ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക. പിന്നെ ഷേപ്പ് ആക്കണമെങ്കിൽ നെയിൽ ഫൈലർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫയൽ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കുത്തി വെച്ച് നമ്മൾ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ കാല് മാറ്റും. എന്നിട്ട് നമുക്ക് അതിനൊരു സ്ക്രബ് കൊടുക്കണം അല്ലേ. സ്ക്രബ് കൊടുക്കുന്നത് എന്താ, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ നമ്മൾ തോട് നമ്മൾ ഇട്ടിനല്ലോ ഈ പുളിനാരങ്ങയുടെ, ആ തോടിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഹണി ഉണ്ടെങ്കിൽ ഹണി, അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നഖത്തിനും പാദങ്ങളിലും എല്ലാം പിന്നെ മസാജ് ചെയ്യുക. അല്ലേ ഈ ഇതില്ലെങ്കിൽ കോഫി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊരു സ്ക്രബ് കൊടുക്കുന്നതാണ്. നമ്മൾ കാലിനൊരു എന്താ പറയുക, നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടൊരു സ്ക്രബ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ സ്ക്രബ് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. എന്നിട്ട് പിന്നെ ഒരു മസാജ് നമുക്ക് കൊടുക്കേണ്ടത്. ഒന്നിക്കിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ പാർലറിലാണെങ്കിൽ അവർക്കൊരു മസാജ് ക്രീം ഉണ്ടാവും, ആ ക്രീം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. നമുക്കിപ്പോൾ പാർലറിലൊന്നുമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതെന്നല്ലോ. വീട്ടിൽ എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ അവർക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. കാലും നഖവും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ അത് എന്താ പറയുക, തുടക്കുന്നുണ്ടെങ്കിൽ തുടക്കാൻ, വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇടണമെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് അടിപൊളിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഡാർക്ക് കളർ നെയിൽ പോളിഷെല്ലാം ഇടുന്നതിന് മുന്നേ നമ്മൾ നഖത്തിന് ഒരു ബേസ് കോട്ട് ഇടുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഡാർക്ക് കളർ നെയിൽ പോളിഷ് ഇടുന്നതിലൂടെ ഡെയിലി അങ്ങനെ നമ്മൾ അധികം ഡാർക്ക് കളർ ഇടുന്നതിലൂടെ നമ്മൾ നഖത്തിനൊരു മങ്ങൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഡാർക്ക് ഇടുന്ന ആ സമയം ഇടുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബേസ് കോട്ട് ഇടുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നെയിൽ പോളിഷ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് കോട്ടായിട്ട് അങ്ങനെയും ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.